ശരിക്കും നരകത്തിൽ ജീവിക്കുന്നത് പോലെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായ ഷാരികയുടെ ആദ്യ പ്രതികരണം. ബിഗ് ബോസ് മലയാളം ഷോ സീസൺ 7 നിന്ന് ഒരു മത്സരാർത്ഥി കൂടി പുറത്തായിരിക്കുന്നു. KB ഷാരികയാണ് പുറത്തായത്, 4ാമത്. ബിഗ് ബോസിൽ സർവൈവ് ചെയ്യുക എന്നത് പറഞ്ഞാൽ നരകത്തിൽ ജീവിക്കുന്നത് പോലെയാണ് എന്ന് ഷാരിക പിന്നീട് മോഹൻലാലിനോട് പറഞ്ഞു. ആളുകൾ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് തനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാകില്ലായിരിക്കും, അതായതുകൊണ്ടാണ് പുറത്തായതെന്നും ഷാരിക വ്യക്തമാക്കി. ഇനി ഷാരികയുടെ വാക്കുകളിലേക്ക്. ഞാൻ എൻ്റെ ഗെയിം കളിച്ചു. ഹോട്ട് സീറ്റ് ഷാരികയാകാനൊന്നും എനിക്കാദ്യം പറ്റിയില്ല. ഒന്ന് ഓണായി വന്നപ്പോഴേക്കും ജനങ്ങൾ എന്നെ തട്ടി പുറത്തിട്ടു എന്ന് തോന്നുന്നു. ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷേ നേരത്തെയായിപ്പോയി. ചിലപ്പോൾ എൻ്റെ പെർഫോമൻസ് ശരിയാകാതെ വന്നപ്പോൾ പ്രേക്ഷകരെ വോട്ട് കുറഞ്ഞിട്ടുണ്ടാകും. ആളുകൾ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് എത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഒരിക്കലും എളുപ്പമല്ല ഇത്. ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോയല്ല. ഞാൻ എന്തായാലും ഒരു ഭാഗ്യവതിയാണ്. ഇത്രയും ആൾക്കാരിൽ നിന്നും 20 പേരിൽ ഒരാളായി എന്നെ തിരഞ്ഞെടുത്തു. പക്ഷേ 7ൻ്റെ പണി സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും നരകത്തിൽ ജീവിക്കുന്നത് പോലെയാണ് എന്നും ഷാരിക കൂട്ടിച്ചേർത്തു. ഇവിടെ നിൽക്കാൻ ഒരു മനക്കെട്ടി തന്നെ വേണം. ആ ഫീലായിരുന്നു. ഓരോ നിമിഷവും മുൾമുനയായിരുന്നു. ലാലേട്ടൻ വരുമ്പോൾ ആദ്യം സന്തോഷമായിരുന്നു. പ്രേക്ഷകർ എന്നെ ഇത്രയും നിർത്തി. ഞാനായിട്ടാണ് ഇവിടെ കളിച്ചത്. അത് ഞാൻ സന്തോഷവതിയാണ് എന്നും ഷാരിക കൂട്ടിച്ചേർത്തു. ഇനി നമുക്ക് നോക്കാം, ആരാണ് ഈ KB ഷാരിക? യൂട്യൂബ് അവതാരകയാണ് ഷാരിക KB. ഹോട്ട് സീറ്റ് എന്ന ഷോയിലൂടെ മൂർച്ചയേറിയ ചോദ്യങ്ങളുമായി അതിഥികളെ നേരിടുന്ന ഷാരികയ്ക്ക് പലപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് വ്യക്തതയോടെ അവതരിപ്പിക്കാനും ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടപെടാനുമൊക്കെയുള്ള ഷാരികയുടെ കഴിവിനെ പ്രശംസിക്കുന്നവരും ധാരാളമാണ്. പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ അതിഥികൾക്ക് എപ്പോഴും ഷാരികയുടെ അഭിമുഖം ഹോട്ട് സീറ്റ് തന്നെയാണ്. ധീരവും വിമർശനാത്മകവുമായ ചോദ്യങ്ങൾ തന്നെയാണ് അതിന് കാരണവും. അവതാരകയ്ക്ക് പുറമെ വ്ളോഗർ കൂടിയായ ഷാരിക മലയാളികൾക്കിടയിൽ ഏറെ ശ്രദ്ധ നേടുന്നത് രേണു സുധിയുമായി നടത്തിയ അഭിമുഖമാണ്. രേണുവിനോട് ചോദിച്ച ചോദ്യങ്ങളും പിന്നാലെ ഇരുവർക്കും ഇടയിൽ നടന്ന വൻ തർക്കങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ബിഗ് ബോസിലും ഷാരിക തമാശയെന്നാണ് തൻ്റെ ഹോട്ട് സീറ്റ് പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. ശക്തമായ നിലപാടുകളും മറയില്ലാത്ത ചോദ്യങ്ങളും ചോദിക്കുന്ന ഷാരികയ്ക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. പലപ്പോഴും ഫെമിനിസ്റ്റ് എന്ന പട്ടം ചാർത്തി കിട്ടാറുള്ള ഷാരിക താൻ കുലീനയായ സ്ത്രീയിൽ നിന്നും ബോൾഡായ പക്വതയുള്ള സ്ത്രീയായി മാറിയത് ജീവിതം പല സാഹചര്യങ്ങളിലൂടെയും തന്നെ കൊണ്ടുപോയപ്പോഴാണെന്ന് അടുത്തിടെ ഷാരിക പറഞ്ഞിരുന്നു. എന്നാൽ ഷാരികയ്ക്ക് മുൻ ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വന്നിരുന്നത് മോശം അനുഭവങ്ങളായിരുന്നു. 28ാമത്തെ വയസ്സിലായിരുന്നു ഇവരുടെ വിവാഹം. MBA-കാരനായ ആലപ്പുഴ സ്വദേശിയായിരുന്നു ഭർത്താവ്. പുതിയ ജീവിതത്തിൽ അതുവരെ കണ്ട് പരിചയിച്ച കാര്യങ്ങളായിരുന്നില്ല ഷാരികയ്ക്ക് നേരിടേണ്ടി വന്നത്. ഭക്ഷണത്തിൻ്റെ പേരിലടക്കം അമ്മായിയമ്മയിൽ നിന്നും അവർക്ക് വേർതിരിവ് നേരിടേണ്ടി വന്നു. സഹിച്ച് ഒടുവിൽ ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കേണ്ടിയും വന്നു ഷാരികയ്ക്ക്. 10 വർഷത്തോളം നീണ്ടുനിന്ന കൊടിയ വേദനകൾക്കൊടുവിൽ ഷാരിക ആ ബന്ധവും വേർപെടുത്തി. അങ്ങനെ 4ാമത്തെ കണ്ടസ്റ്റൻ്റായി ഷാരിക ബിഗ് ബോസിനോട് വിട പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം, ഹോട്ട് സീറ്റിലേക്ക് തിരിച്ച് ഷാരിക കയറുമോ അതോ വേറെ വല്ല പ്രോഗ്രാമിലോ ആർട്സിലോ സിനിമയിലോ കാണുമോ എന്ന് കാത്തിരിക്കാം. ഏതായാലും ഷാരികയുടെ പുതിയ മുഖം കാണാനായിട്ട്.